യേശുവേ എൻ കർത്തനെ, നീയല്ലാതാശ്രയിച്ച ഭൂവിലാരുള്ളൂ. യേശുവേ എൻ നാഥനെ, യേശുവേ എൻ കർത്തനെ, നിന്നെപ്പോൾ സ്നേഹിതൻ വേറെ ആരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്ക, ഇനിയുള്ള നാളുകൾ നിനക്ക. ഇനി എൻ്റെ ജീവിതം നിനക്ക, ഇനിയുള്ള നാളുകൾ നിനക്ക. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ നാഥനേ, യേശുവേ എൻ ആശ്രയം, യേശുവേ എൻ കാന്തനെ, നീയല്ലാതാശവയ്പ ഭൂവിലാരുള്ളൂ. യേശുവേ എൻ ആശ്രയം, യേശുവേ എൻ കാന്തനെ, നിന്നെപ്പോൾ യോഗ്യനായി വേറെ ആരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്ക, ഇനിയുള്ള നാളുകൾ സമർപ്പണത്തോടെ. ഇനി എൻ്റെ ജീവിതം നിനക്ക, ഇനിയുള്ള നാളുകൾ നിനക്ക. യേശുവേ എൻ നാഥനേ, യേശുവേ. ചേർന്ന് വിളിക്കാമോ ആ നാമത്തെ? എൻ നാഥനേ, എൻ നാഥനേ, യേശുവേ എൻ ഓഹരി, എൻ യേശു മാത്രം സർവം. നീയല്ലാതാഗ്രഹിച്ച ഭൂവിലാരുള്ളൂ. യേശുവേ എൻ ഓഹരി, എൻ യേശു മാത്രം സർവം. നിന്നെപ്പോൾ സമ്പത്ത് വേറെ ആരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്ക, ഇനിയുള്ള ശബ്ദമുയർത്തി പാടിക്ക. ഇനി എൻ്റെ ജീവിതം നിനക്ക, ഇനിയുള്ള നാളുകൾ നിനക്ക. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ രാജനേ, യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനെ, നീയല്ലാതാശ്രയിച്ച ഭൂവിലാരുള്ളൂ. യേശുവേ എൻ നാഥനെ, യേശുവേ എൻ കർത്തനെ, നിന്നെപ്പോൾ സ്നേഹിതൻ വേറെ ആരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്ക, ഇനിയുള്ള നാളുകൾ നിനക്ക. ഇനി എൻ്റെ ജീവിതം നിനക്ക, ഇനിയുള്ള നാളുകൾ. വിളിക്കാമോ യേശുവേ, യേശുവേ എൻ നാഥനേ, യേശുവേ എൻ നാഥനേ,
എൻ്റെ ചങ്കാണ്, എൻ്റെ ഉയിരാണ്, എൻ്റെ അഴകാണ്, അമൃതാണ് യേശു. എൻ്റെ ചങ്കാണ്, എൻ്റെ ഉയിരാണ്, എൻ്റെ അഴകാണ്, അമൃതാണ് യേശു. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ, രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. എൻ്റെ ചങ്കാണ്, എൻ്റെ ഉയിരാണ്, എൻ്റെ അഴകാണ്, അമൃതാണ് യേശു. എൻ്റെ ചങ്കാണ്, എൻ്റെ ഉയിരാണ്, എൻ്റെ അഴകാണ്, അമൃതാണ് യേശു. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരികിൽ എന്നും എന്നും വേണം. കർത്താവിനോട് പറയാമോ? ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരികിൽ എന്നും എന്നും വേണം. എൻ്റെ ചങ്കാണ്, എൻ്റെ ചങ്കാണ്, എൻ്റെ ഉയിരാണ്, എൻ്റെ അഴകാണ്, അമൃതാണ് യേശു. എൻ്റെ ചങ്കാണ്, എൻ്റെ ഉയിരാണ്, എൻ്റെ അഴകാണ്, അമൃതാണ് യേശു. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന യേശുവപ്പയാണ് എപ്പോഴും പ്രിയ തോഴനായി. എൻ്റെ ചങ്കാണ്, എൻ്റെ ചങ്കാണ്, എൻ്റെ ഉയിരാണ്, എൻ്റെ അഴകാണ്, അമൃതാണ് യേശു. എൻ്റെ ചങ്കാണ്, എൻ്റെ ഉയിരാണ്, എൻ്റെ അഴകാണ്, അമൃതാണ് യേശു. എൻ്റെ ചങ്കാണ്, എൻ്റെ ഉയിരാണ്, എൻ്റെ അഴകാണ്, അമൃതാണ് യേശു. ഒരു നിമിഷം എഴുന്നേറ്റ്. എൻ്റെ ചങ്കാണ്, എൻ്റെ ഉയിരാണ്, എൻ്റെ അഴകാണ്, അമൃതാണ് യേശു. ശബ്ദമുയർത്തി പാടിക്ക്. എൻ്റെ ചങ്കാണ്, എൻ്റെ ചങ്കാണ്, എൻ്റെ ഉയിരാണ്, എൻ്റെ അഴകാണ്, അമൃതാണ് യേശു. എൻ്റെ ചങ്കാണ്, എൻ്റെ ഉയിരാണ്, എൻ്റെ അഴകാണ്, അമൃതാണ് യേശു. എൻ്റെ ചങ്കാണ്, എൻ്റെ ഉയിരാണ്, എൻ്റെ അഴകാണ്. എത്ര പേർക്കൊന്ന് പകൽ പറയാൻ കഴിയും കർത്താവ് അങ്ങന്റെ ജീവനാണ്.
അങ്ങന്റെ പ്രാണനാണ്, അങ്ങന്റെ ചങ്കാണ്. മറ്റെന്തിനേക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്ന കർത്താവ്. ഹൃദയത്തിന്റെ ആഴങ്ങളെന്ന് പറയാൻ കഴിയും. എന്റെ ചങ്കാണ്, എന്റെ ഉയിരാണ്, എന്റെ അഴകാണ്, അമൃതാണ് യേശു. എന്റെ ചങ്കാണ്, എന്റെ ചങ്കാണ്, എന്റെ ഉയിരാണ്, എന്റെ അഴകാണ്, അമൃതാണ് യേശു. എന്റെ ചങ്കാണ്, എന്റെ ചങ്കാണ്. എനിക്ക് നിങ്ങൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ 2025 വർഷങ്ങൾക്ക് മുന്നേ അവസാനത്തുള്ളി രക്തവും വെള്ളവും നിങ്ങൾക്കായി നമുക്കായി ഊറ്റിത്തന്ന ആ കർത്താവിനെ എത്രത്തോളം സ്നേഹിക്കാൻ കഴിയും? എന്റെ അഴകാണ്, അമൃതാണ് യേശു. എന്റെ ചങ്കാണ്, എന്റെ ഉയിരാണ്, എന്റെ അഴകാണ്, അമൃതാണ് യേശു. എന്റെ ചങ്കാണ്, എന്റെ ഉയിരാണ്, എന്റെ അഴകാണ്, അമൃതാണ്. ഒരിൽ കൂടെ ശബ്ദത്തെ ഉയർത്തി, എന്റെ ചങ്കാണ്, എന്റെ ചങ്കാണ്. കുറച്ചുകൂടെ ശബ്ദത്തെ ഉയർത്തി, എന്റെ ഉയിരാണ്, എന്റെ അഴകാണ്, അമൃതാണ് യേശു. എന്റെ ചങ്കാണ്, എന്റെ ചങ്കാണ്, എന്റെ ഉയിരാണ്, എന്റെ അഴകാണ്. കർത്താവ് നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഈ ലോകത്ത് കർത്താവിനെ ആരാധിപ്പാനായി പല കാരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ദിവസം നമ്മെ എടുത്തു നോക്കുകയാണെങ്കിൽ, ഒരു ദിവസം നമ്മൾ പോയ മേഖലകളെ കുറിച്ച് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ, കാലുകളൊക്കെ ഇടറാകുന്ന സ്ഥലത്ത് കർത്താവ് ഇടറാതെ നടത്തിയ പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങളെ നോക്കി ഒരു സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തിലൊന്നും വീഴാതെ വണ്ണം അവൻ്റെ പദ്ധതികളെ പൊളിച്ചുകൊണ്ട് നിങ്ങൾ അതിശയകരമായി നടത്തിയ വിധങ്ങളെ ഓർത്താലും നിങ്ങൾ കർത്താവിന് നന്ദി പറയാതിരിക്കാൻ കഴിയത്തില്ല. ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, കുറ്റം മാത്രം പറഞ്ഞാലും, കർത്താവ് നിങ്ങളെ ഉയർത്തുന്ന ആ നല്ല നാളേക്ക് വേണ്ടി ശ്മാൻഡല റകറ്റിലിയ ലീബ്ര ഷായിട്ടബല തിരിവിലിയാതു ശ്മാൻഡല രാഠല റകറ്റിലിയ. നിങ്ങൾ ഏത് ഏകാന്ത അവസ്ഥയിലും കൂടെ വരുവാൻ ആ നല്ല കർത്താവിന് കഴിയും. നിങ്ങൾ ഏത് തകർച്ചകളിലും, നിങ്ങൾ ഏത് ശൂന്യതകളിലും നിങ്ങളെ നോക്കി നിങ്ങളെ തകർച്ചകളിൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മുടെ ഉള്ളിലെല്ലാം ആക്കി വച്ചിരിക്കുന്നു. നീ തകർന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നിന്റെ ഉള്ളിലിരുന്ന് ആരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? നീ തകർന്നു പോകരുത്, നീ മടുത്തു പോകരുത്, നീ എഴുന്നേൽക്കാം,
എന്നുള്ള ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കാറില്ലേ? അതാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥ. കർത്താവിന്റെ സ്നേഹത്താൽ നമ്മെ ദൈവം ഇവിടെ നിർത്തിയിരിക്കുമ്പോൾ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നാലും നമ്മളാകുന്ന മനുഷ്യർ ദൈവം നനയ്ക്കാത്തതും ദൈവം പറയാത്തതുമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റുപറയുന്ന മാത്രയിൽ തന്നെ നമ്മളോട് ക്ഷമിച്ച് നമ്മളെ വീണ്ടും ചേർക്കുന്ന, തൻ്റെ മാറോട് ചേർക്കുന്ന ഒരു നല്ല ഒരു അപ്പൻ. തൻ്റെ ചങ്കിനെ പറിച്ചു തന്നു. നാം ഓരോരുത്തരും മരിക്കേണ്ടുന്ന സ്ഥാനത്ത് ആരുമില്ലാതിരുന്ന സ്ഥാനത്ത് നമ്മുടെ ആരുമല്ലാത്ത ആ ദൈവം നമുക്ക് വേണ്ടി മരിക്കുകയും എന്നാൽ ആ മരണത്തെ പൊളിച്ചുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നമുക്കായി വാസസ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുന്ന, നമ്മെ ചേർപ്പാനായി വീണ്ടും വരുമെന്ന് വാഗ്ദത്വം ചെയ്തു ആ നല്ല കർത്താവ്, വാക്കു പറഞ്ഞാൽ വാക്കുമാറാത്ത ആ നല്ല ദൈവം, ആ നല്ല കർത്താവിന് ഒരു ഗാനം കൂടെ പാടി ഇന്ന് പകലാരാധന കൊടുക്കാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ഉന്നത വിളിയായി വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ദയ തോന്നി എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ദയ തോന്നി എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എൻ്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. എൻ്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. ഹല്ലേലൂയ
യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണെന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണെന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എൻ്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. എൻ്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. 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 വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എൻ്റെ മേലുയർന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എൻ്റെ നേരെ തിരിഞ്ഞെന്നാലും. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എൻ്റെ മേലുയർന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എൻ്റെ നേരെ തിരിഞ്ഞെന്നാലും. ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല
അവൻ വാക്കുമാറുകില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. പ്രതികൂല കാറ്റന്മേലടിച്ചിടിലും എൻ്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിയിടിലും. പ്രതികൂല കാറ്റന്മേലടിച്ചിടിലും എൻ്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിയിടിലും. ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല, ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല. എൻ്റെ യേശു കൂടെയുണ്ട്, എൻ്റെ യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എൻ്റെ മേലുയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എൻ്റെ നേരെ തിരിഞ്ഞെന്നാലും എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എൻ്റെ മേലുയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എൻ്റെ നേരെ തിരിഞ്ഞെന്നാലും ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. ഇല്ല നിവാര ശൈടവരാത ചുടവല രഗടകരഗതന വൈണം താരം തകനം ലിമോനോ ഷടാല റിമാല താരാല ജൂഡാല ജാരിമോനോജോ. അന്യഭാഷകളിൽ വായുകളെ തുറന്ന് നിങ്ങളുടെ ശബ്ദത്തെ ഉയർത്തി ലാബ്രോലിമാന താരാല റമാന തൂരിലിരിമാന ഷൈഡബരാത ചുടമന രഗടകരഗതന വൈണം താരാ റിമാന താരാല ലിബാരാത റികാല താരിമോനോജോ. വൈഡം ധാരബല റകൽക്കാല റീമന ചാബല റകറ്റിലി ഷ്മാൻഡിലി മനകത്തിലി മിനിയാന്തര ലറകത്തോലോറമോ വൈഡമന ദുരബല റമനകത ലന തിദിമിനിയാന്തേനി ചൂടാല തരാല റീമനാല രമന തിലിനിയാൻ തരാല മന ഷാട്ടാല രമന റകറ്റിലി റീമിനിയാൻ തോരോലോബോരോ ലിബ്ര ലാതര റിമന റകൽക്കരാലപം ലിബോര ഷൈഡബര തുരമന രഗടതലമന റിയാന്തേരിയ ഷ്മാൻഡല റാറ്റിലി റീക്കിറ്റിലി റിമിനിയ റമന തുരബലയ വൈഡമന തുരമന റകൽക്കര. 1-2 മിനിറ്റുകളുടെ അന്യഭാഷകൾ ശബ്ദത്തെ ഉയർത്തി ലാഷ്മൻഡാല റകറ്റാല റിമന തൂരിലി റിമന ശബ്ദത്തെ ഉയർത്തി അന്യഭാഷകളിൽ അന്യഭാഷകളിൽ ലാഷ്മൻഡാല റകറ്റിലി റിയാന്തരലമന ചൂടാബാല റിമന ലാതുരിലി റിമന. ഇതിനകത്ത് മുടങ്ങട്ടെ, ശബ്ദമുയർത്തിക്ക് ലാഷ്മന റീകല രമന തുരബല റിയാന്തരലമ. ശബ്ദമുയർത്തിക്ക് അന്യഭാഷകൾ ലഭിച്ചവരെല്ലാവരും വായുകളെ തുറന്ന് അന്യഭാഷകൾ, അല്ലാത്തവർ വായുകളെ തുറന്ന് സ്തോത്രത്തോടെ ഷ്മാൻഡല റാട്ടല റാറ്റിലി റീമന റാറ്റിലി റിമന
Chudabala rimana latarala rakatili riantara lamana lishmana ratudabala ragal karala libala tharala ramana turimini rimani riantara lamana shaidabala thurabala ramana katala rakatulo robo lashmana ratudamana ragal karala riantara lamana lishmana ratudili rimana rakatala rakatili riminia vaidamana thurabala rimana katala ramana tudili riantara lamana latarala rigal karala riboro torolo romono shatala ramana rakatili riantara lamana libala tarala ramana shutabala ragal karala അങ്ങയുടെ സാന്നിധ്യം തുടർന്നും ഉണ്ടായിരിക്കണമേ കർത്താവേ. അങ്ങയുടെ നാമം ചൊല്ലി തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ അവനെ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ഇപ്പോൾ ബ്രദർ അനീഷ് മുന്നോട്ട് കടന്നു. ഇന്നത്തെ പ്രബോധത്തിനായി എടുത്തിരിക്കുന്ന സങ്കീർത്തന വേദഭാഗം സങ്കീർത്തനങ്ങൾ 100 എല്ലാവർക്കും എടുക്കാം. സങ്കീർത്തനങ്ങൾ 100 നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവനെ സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു. ഈ 100-ാം സങ്കീർത്തനം ഒരു സ്തോത്ര സങ്കീർത്തനമായിട്ടാണ് ഇവിടെ ആമുഖമായി കൊടുത്തിട്ടുള്ളത്. സങ്കീർത്തനക്കാരൻ അതിൻ്റെ 1-ാം വാക്യം ഇപ്രകാരം പറയുകയാണ്: സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സങ്കീർത്തനക്കാരൻ ഇതൊരു കൽപ്പന പോലെയാണ് ഇവിടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. അതായത് സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, എല്ലാ ഭൂനിവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവാനാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ആരാധന കൊടുക്കുവാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ന് ഈ സഭയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. പലവിധമായ ഭാരങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും വന്നവരായിരിക്കാം. എന്നാൽ അതൊക്കെയും മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ആ ആരാധന വെളിപ്പെടുമ്പോൾ തന്നെ ഒരു സമാധാനം നമുക്ക് ലഭിച്ചതായി തോന്നും. തൊട്ടടുത്ത നിമിഷങ്ങളിൽ അത് ഒരു ആർപ്പിൻ്റെ ഘോഷമായി മാറുക തന്നെ ചെയ്യും. ചിലർ ചോദിക്കും, മിണ്ടാതിരുന്നാൽ പോരെ, ദൈവം പ്രവർത്തിക്കില്ലേ എന്ന് ചോദിക്കും. പക്ഷേ ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ മറുപടി ലഭിക്കും. പക്ഷേ ആരാധന വെളിപ്പെടുമ്പോഴാണ് ആ ദൈവശക്തി വ്യാപരിച്ച് അതിൽ വിജയം കാണുവാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയുന്നത്. പഴയ നിയമ വേദഭാഗത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, യോശുവ എഴുതിയ പുസ്തകം 6-ാം അധ്യായത്തിൽ നോക്കുകയാണെങ്കിൽ, അതായത് മിസ്രൈമിൽ നിന്ന് യഹോവയായ ദൈവം പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന ജനം പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി തരണം ചെയ്ത് മുന്നോട്ട് വന്നപ്പോൾ യെരിഹോ എന്ന ആ വൻമതിൽ മുമ്പിൽ കണ്ടു. അപ്പോൾ ആ ജനം ഏറ്റവും ഭയപ്പെട്ടു, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. അപ്പോൾ യഹോവയായ ദൈവം യോശുവയോട് പറയുന്ന ചില കൽപ്പനകളുണ്ട്. അതിൻ്റെ 6-ാമത്തെ 5-ാം വാക്യം പറയുന്നു: അവർ ആട്ടിൻകൊമ്പ് നീട്ടിയൂതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടയണം. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ പട്ടണമതിൽ വീഴും. ഇന്ന് നമ്മളുടെ ജീവിതത്തിലായിരിക്കുന്ന പ്രതിസന്ധി മധ്യ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന പൂർണ്ണ ഹൃദയത്തോടെ കൊടുക്കുമ്പോൾ നമ്മുടെ മുമ്പിലായിരിക്കുന്ന ആ പ്രതിസന്ധിയായിരിക്കുന്ന ആ പട്ടണമതിൽ താനെ അഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ മറ്റൊരു ഭാഗം ചിന്തിക്കുമ്പോൾ ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ യഹോശാഫാത്ത് എന്ന ഒരു രാജാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യഹൂദ രാജാവായിരുന്നു. ആ രാജാവിനെതിരെ മോവാബ്യർ, അമോന്യർ, മെയൂര്യർ എന്നീ 3 രാജ്യക്കാർ യുദ്ധത്തിനായി പുറപ്പെട്ടു. യുദ്ധത്തിനായി പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് യഹോവയെ അന്വേഷിക്കുവാൻ വേണ്ടി പുറപ്പെട്ടതായിട്ട് കാണാൻ ചെയ്യും. ദേശത്തെങ്ങും ഉപവാസം പ്രസിദ്ധം ചെയ്ത് യഹോവയെ അന്വേഷിക്കുവാനായിട്ട് പുറപ്പെട്ടത്. അപ്പോൾ യഹോവയായ ദൈവം യഹോശാഫാത്തിനോട് കൽപ്പിച്ചത്, നീ എനിക്ക് വേണ്ടി സംഗീതക്കാരെ നിയമിക്കുക. അതായത് ഇന്ന് നമ്മളുടെ എതിരെ വരുന്നവരായ തന്നെയും
നമ്മുടെ വാളും കുന്തമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. യുദ്ധം യഹോവയ്ക്കുള്ളത്. അപ്പോൾ സംഗീതക്കാരെ നിയമിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അവർ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് സംഗീതം ദൈവത്തെ പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹോവയായ ദൈവം അവിടെ പതിയിരിപ്പുകാരെ വരുത്തിയതായിട്ട് കാണാം. പതിയിരിപ്പുകാർ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദൂതസൈന്യം അവിടെ ഇറങ്ങിയെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവർ തോറ്റുപോയി. തൊട്ടടുത്ത വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ തോറ്റുപോയി. അവർ തമ്മിൽ കലഹിച്ച് അവർ നശിച്ചു പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മളായിരിക്കുന്ന ആ പ്രതിസന്ധി മധ്യേ നമ്മൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുമ്പോൾ ആ ദൈവശക്തി വെളിപ്പെട്ട് നമുക്കതൊരു ജയം കാണുവാനായിട്ട് സാധിക്കുവാനായിട്ട് കഴിയും. എന്നാൽ എല്ലാതരം ആർപ്പിടലിനും ദൈവശക്തി വ്യാപരിക്കുമോ? അത് ഏത് സങ്കീർത്തനകാരൻ 1-ാം വാക്യം പറയുന്നത്, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവാൻ. എല്ലാവരും ആർപ്പിട്ടാൽ ആ ദൈവശക്തി സംഭവിക്കില്ല. അതായത് പുതിയ നിയമ വേദഭാഗത്തിലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഹോശന്ന ആ ശബത്ത് ദിവസം വന്നപ്പോൾ അവിടെ ദാവീദ് പുത്രന് ഹോശന്ന, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് പാടിയ ജനം തൊട്ടടുത്ത യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അവനെ കണ്ടപ്പോൾ അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക എന്ന് ആർത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ആര് ആർപ്പിടുമ്പോഴാണ് ആ ദൈവശക്തി വ്യാപരിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ സങ്കീർത്തനം 3-ാം വാക്യം ഇപ്രകാരം പറയുന്നു, യഹോവ തന്നെ ദൈവം എന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു, അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അതായത് യഹോവയായ ദൈവം എന്ന് തിരിച്ചറിഞ്ഞ, അവൻ നമ്മെ ഉണ്ടാക്കിയെന്ന് തിരിച്ചറിഞ്ഞ നാം അവനുള്ളവർ ആകുന്ന, അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളുമാകുന്ന നാം ഓരോരുത്തരും ആർപ്പിടുമ്പോഴാണ് ആ ദൈവശക്തി വ്യാപരിക്കുക എന്നുള്ളതാണ് ഈ വചനത്തിൽ ഇവിടെ പറയുന്നത്. അതായത് ഇന്ന് നമ്മളായിരിക്കുന്ന മക്കളുടെ വിഷയമായിരിക്കാം, കടഭാരമായിരിക്കാം, മറ്റ് പ്രതിസന്ധി മധ്യേ നിന്നുകൊണ്ടായിരിക്കാം നമ്മൾ ഈ ആരാധന മധ്യേ വന്നത്. അവിടെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ഉള്ള ഒരു ആരാധന ദൈവത്തിന് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വെളിപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ സന്തോഷം വെളിപ്പെടും. അതിന് മറുപടി ലഭിച്ചു എന്നുള്ള ആ സന്തോഷം വെളിപ്പെടുമ്പോൾ തൊട്ടടുത്ത നിമിഷങ്ങളിൽ അത് ആർപ്പിൻ്റെ ഘോഷമായി മാറുക തന്നെ ചെയ്യും. അത് നമ്മുടെ ഒരു പൂർണ്ണ വിജയം കാണുവാനായിട്ട് നമുക്ക് കഴിയുക തന്നെ ചെയ്യും. ഈ സങ്കീർത്തന വേദഭാഗങ്ങളാൽ ദൈവം നമ്മളെ ഏവരെയും സമൃദ്ധിയെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. ചെയ്യും വിശ്വാസത്തോടു കൂടെ ആരൊക്കെ ആമേൻ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൽ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ആലയത്തിൽ നടുവിൽ ചെയ്യുവാനായിട്ട് പോവുകയാണ് വിശ്വസിക്കുന്നവർ വായികളെ തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. മഹാകൃപയും കരുണയും നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹവും ശാന്തവുമേറിയ നല്ല സമയത്തെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ 2-3 പേരുടെ നാമത്തിൽ കൂടിയിടത്തൊക്കെയും ഞാനുണ്ടെന്ന് വാക്ക് പറഞ്ഞ കർത്താവ്, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ശബത്തായി ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ആലയത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഈ പകൽക്കാലം എൻ്റെ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കിയ കൃപയ്ക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നതാ. പലയിടങ്ങളിൽ കർത്താവെ പല കാര്യങ്ങളിലൊക്കെയും ആയിരുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ഈ പകൽക്കാലം അല്പസമയം കർത്താവിന് വന്നിരുന്നുണ്ട്. അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അങ്ങേ സ്തുതിപ്പാൻ തോക്കണം. എൻ്റെ ദൈവം ഞങ്ങളെ ആമേൻ കർത്താവെ മുന്നമേ കണ്ടിരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന പരിശുദ്ധ ആത്മാവേ, ഈ പകൽക്കാലം വലിയ ദൈവപ്രവർത്തി ഞങ്ങളുടെ ആലയത്തിന് നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു, സ്തുതിക്കുന്ന പരിശുദ്ധ ആത്മാവേ. ദൈവിക മഹത്വം ഇതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്ന നാഥ. സ്വർഗീയ ദൂതന്മാർ ഇതിനകത്ത് വെളിപ്പെടുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്ന പരിശുദ്ധ ആത്മാവേ. ആമേൻ കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ച വിട്ട കാലം ഞങ്ങൾ ഓരോരുത്തരെയും എൻ്റെ കർത്താവ് വഴി നടത്തിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്ന നാഥ. വിവിധങ്ങളായ ആപത്തുകൾ അനർത്ഥങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടാമായിരുന്നു പരിശുദ്ധാത്മാവേ. എന്നാൽ അവയിൽ നിന്നൊക്കെയും എൻ്റെ കർത്താവ് വിടുവിച്ച് പരിപാലിച്ച് ഞങ്ങൾ ഇതുവരെയും എൻ്റെ കർത്താവ് അമ്മയെ നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദി പറയുന്നതാ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ കഴിഞ്ഞ ഒരാഴ്ചയുടെ കാലം നൽകിയ എല്ലാ നന്മകൾക്കായും ആമേ കർത്താവെ അനുഗ്രഹങ്ങൾക്കായും ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ആമേ നാഥ, വാഹനങ്ങളുമായി ഞങ്ങൾ പലയിടങ്ങളിലെ യാത്രകൾ ചെയ്ത് പരിശുദ്ധാത്മാവേ ആമേ കർത്താവെ അപകട മേഖലകൾ ഞങ്ങൾ ജോലികൾ ചെയ്ത് അവിടെയെല്ലാം ദൈവിക കൃപയും കരുണയും സാന്നിധ്യവും ഞങ്ങളോട് കൂടെ ഇരുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്ന പരിശുദ്ധാത്മാവേ. എണ്ണത്തിൽ കുറഞ്ഞു പോകാതെ വണ്ണം കർത്താവിൻ്റെ ഉള്ളംകരങ്ങളിലെ വസ്തു പോലെ നമ്മെ ഓരോരുത്തരെയും പരിപാലിച്ച കൃപയ്ക്കായിട്ട് നന്ദി പറയുന്ന പരിശുദ്ധാത്മാവേ. വീണ്ടും അങ്ങയുടെ പാദപിടുത്തങ്ങളായിരുന്നുകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിപ്പാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിനെ ചെന്ന് അറിയിപ്പാൻ തക്കവണ്ണം നാഥ ആമേ പരിശുദ്ധ പിതാ നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി അറിയിപ്പാൻ തക്കവണ്ണം അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാൻ അങ്ങേ സ്തുതിപ്പാൻ ഈ പകൽക്കാലം എൻ്റെ കർത്താവെ അങ്ങയുടെ സന്നിധി ഞങ്ങൾക്ക് ഓടി വരുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം കൃപ കാണിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്ന പരിശുദ്ധാത്മാവേ.
ഈ പകൽക്കാലം കർത്താവെ ആരും തന്നെ വന്നതുപോലെ അല്ല പരിശുദ്ധാത്മാവേ. ഇവിടെ വിട്ട് മടങ്ങിപ്പോകുമ്പോൾ ദൈവപ്രവർത്തിയുടെ ജീവിതങ്ങളെ യഥാർത്ഥമായി വെളിപ്പെട്ടു എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ തൊട്ടു എന്ന് കർത്താവെ സാക്ഷ്യം പറയുന്ന അളവിൽ തമ്പുരാൻ ഇന്ന് പകൽക്കാലം വലുത് ചെയ്തെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ അനുഭവിച്ചതുപോലെ അല്ല പരിശുദ്ധാത്മാവേ, കഴിഞ്ഞ ആഴ്ചകൾ ഞങ്ങൾ പ്രാപിച്ചതുപോലെയല്ല, അതിനുപരിയായി ഇന്ന് പകൽക്കാലം കർത്താവേ ആമേൻ അങ്ങിൽ നിന്നും ചിലത് പ്രാപിച്ചുകൊണ്ട് കർത്താവേ ആമേൻ ചില വിടുതലുകൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇവിടെ വിട്ട് മടങ്ങിപ്പോകുവാൻ ഈ പകൽക്കാലം ഞങ്ങൾ ഓരോരുത്തരും എൻ്റെ കർത്താവ് തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ വ്യക്തിപരമായി എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശബ്ദത്തെ ഞങ്ങൾക്ക് കേൾപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരും വന്ന അവസ്ഥയിലല്ല പരിശുദ്ധാത്മാവേ. ആമേൻ കർത്താവേ ദൈവ പ്രവൃത്തി അവരുടെ ജീവിതങ്ങൾ യഥാർത്ഥമായി വെളിപ്പെട്ടു എന്ന് ആമേൻ പറയത്തക്ക നിലവാരത്തിൽ കർത്താവിൻ്റെ വലിയ കരം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ കെട്ടി നിൽക്കുന്നതും തള്ളിപ്പായ്ക്കുന്നതുമായിട്ടുള്ള അഭിഷേകത്തിൻ്റെ അളവറ്റ സാന്നിധ്യം ഇതിനകത്ത് നിന്ന് കർത്താവെ കവിഞ്ഞൊഴുകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധിയുടെയും മധ്യേ കർത്താവെ ഞങ്ങൾ അങ്ങയെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ ആമേൻ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന സകല എരിഹോ മതിലുകളും അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ കർത്താവെ ഞങ്ങൾക്ക് എതിരായി വ്യാപരിക്കുന്ന ആമേൻ കർത്താവെ എല്ലാ വെല്ലുവിളികളും ഇന്ന് പകൽക്കാലം പൂർണ്ണമായി എൻ്റെ കർത്താവ് എടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ. ആമേൻ കർത്താവെ അങ്ങയ്ക്ക് കർത്താവെ ഇഷ്ടമുള്ളൊരു ആരാധന കഴിപ്പാൻ ഈ പകൽക്കാലം കർത്താവ് ഇതുവരെ ഞങ്ങൾ ഒരിക്കലോർത്ത് നന്ദി വരുന്ന കർത്താവേ. ആമേൻ കർത്താവ് ഇതുപോലെ പരിശുദ്ധാത്മാവേ നിന്റെ നാമത്തിൽ കർത്താവേ ആമേൻ ഇനിയും അധികമായി ശക്തിപ്പെടുവാൻ ഇനിയും അധികമായി ബലപ്പെടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കടന്നു വന്ന പ്രിയപ്പെട്ട മക്കളുടെ മേൽ ഇന്ന് പകൽക്കാലം സൗഖ്യത്തിൻ്റെ കരം അവരുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവേ ഒരു പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ഇവിടെ വിട്ട് മടങ്ങിപ്പോകുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഭവനത്തിനകത്ത് സമാധാനമില്ലാതെ ആമേ സന്തോഷമില്ലാതെ കർത്താവേ നിന്റെ നാമത്തിൽ ആരൊക്കെ കടന്നു വന്നുവോ ഇന്ന് പകൽക്കാലം കർത്താവ് ഒരു ഇവിടം വിട്ട് കടന്നു പോകുമ്പോൾ അവർ വിട്ടേച്ചു വന്ന ഭവനം പോലെ അല്ല പരിശുദ്ധാത്മാവേ. അവർ കാൽ ചവിട്ടുമ്പോൾ അനുഗ്രഹം പ്രാപിപ്പാൻ അവരുടെ ഭവനത്തിനകത്ത് ദൈവിക സമാധാനം നിറഞ്ഞു നിൽപ്പാൻ ഇന്ന് പകൽക്കാലം ആമേ അപ്രകാരമുള്ള പ്രിയപ്പെട്ട മകളെ തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ കർത്താവേ ഇതിനകത്ത് കഴിച്ചു വരുന്ന ഓരോ പ്രാർത്ഥനകളും ഓരോ ആരാധനകളും കർത്താവെ അനുഗ്രഹിച്ചു തരുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്ന കർത്താവെ. കഴിഞ്ഞ നാളുകൾ നടന്ന എല്ലാ മീറ്റിങ്ങുകളും എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ. ഇനി നടക്കുവാനിരിക്കുന്ന മീറ്റിങ്ങുകളൊക്കെയും അനുഗ്രഹമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ദേശങ്ങളിൽ നിന്ന് കർത്താവെ ഇതിനകത്ത് ജനത്തെ കൊണ്ടുവന്ന് ആമേ കർത്താവെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടം മക്കളിനകത്ത് എഴുന്നേറ്റ് വരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേ പരിശുദ്ധാത്മാ ദേശത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ആമേ കർത്താവെ അങ്ങേ ആരാധിപ്പാൻ ജനത്തെ കൊണ്ടുവരുമാറാകണമേ. ആമേ കർത്താവെ ആരാധനയ്ക്ക് തടസ്സമായി ആമേൻ എഴുന്നേറ്റിരിക്കുന്ന സകല ഭറവോനെ ആത്മാവിനെയും ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് പൂർണ്ണമായി നീക്കി ആമേൻ ആരാധന സ്വാതന്ത്ര്യത്തോടുകൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി കർത്താവ് ഒരു കൂട്ടം മക്കൾ ഇതിനകത്ത് കൊണ്ടുവരുമാറാകണമേ. ആമേ സാക്ഷ്യങ്ങളുടെ ഒരു കൂമ്പാരം ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു സാക്ഷി മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നെന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ആമേൻ പരിശുദ്ധാത്മാ ഞങ്ങളുടെ ആലയത്തിനകത്ത് നിന്നും കർത്താവെ സാക്ഷ്യങ്ങളുടെ വലിയൊരു സമൂഹം എഴുന്നേറ്റ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാ പ്രകാരം വരും ദിനങ്ങളിൽ ഇതിനകത്ത് ചെയ്യുന്ന വൻ കാര്യങ്ങൾക്കായിട്ട് നന്ദി പറയുന്ന കർത്താവെ. ഞങ്ങളുടെ അഭിഷിക്തരെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം അനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനേക മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനേകം മക്കൾക്ക് വേണ്ടി കർത്താവെ ആമേ സമയം വേർതിരിച്ച് ദൈവസനിലായിരിക്കുമ്പോൾ ആമേ നാഥ ഒരു നിമിഷം പോലും കർത്താവെ അത് പാഴാകുവാൻ കർത്താവ് അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ കുടുംബമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമത്തിൽ കർത്താവെ ചെയ്യുന്ന സകലതും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേ കാൽ ചവിട്ടുന്ന ദേശം കൺപാർക്കുന്ന ദേശം കർത്താവിന് വേണ്ടി അവകാശമായി നേടിയെടുപ്പാൻ ഈ ദിനങ്ങളിൽ കർത്താവ് ആമേ കർത്താവ് ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക അഭിഷേകത്തോടുകൂടെ ആമേ നിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശം തോറും കടന്നു ചെന്ന് രാജ്യങ്ങൾ കടന്നു ചെന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ ദിനങ്ങളെ കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേ നാഥ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ ഞങ്ങൾ കർത്താവെ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേൾക്കുവാനിരിക്കുന്ന തിരുവചനത്തെ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു
പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമേ നാഥ, ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൈവിക ആമേ കർത്താവ് വചനത്തിന് ആമേ മർമ്മങ്ങളെ ഇത് പകൽക്കാലം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണമേ. ആമേ കർത്താവേ, ആശ്വാസത്തിൻ്റെ വചനം, ആമേ സൗഖ്യത്തിൻ്റെ വചനം, സമാധാനത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം ഞങ്ങളോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ കർത്താവേ, വചനം ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടതെങ്കിൽ കർത്താവേ, അതേ ആത്മാവിനാൽ ഇന്ന് പകൽക്കാലം ഈ ജനത്തിനോട് അങ്ങ് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തരെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേ നാഥ, ഇന്ന് പകൽക്കാലം പറയപ്പെട്ട സകല വിഷയങ്ങളുടെ മേലും ദൈവ പ്രവൃത്തി വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേ, ശേഷിച്ച സമയം കൂടെ ഇരിക്കുമാറാകണമേ. പ്രാർത്ഥനയായിട്ട് മഹത്വമുള്ള കൃപയ്ക്കായി സ്തോത്രം. ക്രിസ്തയേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ നല്ല പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകിയിരുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായോ എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഹല്ലേലൂയ. അഭിഷിക്തനായ അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന അഭിഷിക്ത ദാസൻ എഴുതിയിരിക്കുന്ന വചനമാണ്. താൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ തൻ്റെ ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടി എഴുതിയ ലേഖന ഭാഗമാണ് നമ്മളിന്ന് കേട്ടത്. ഹല്ലേലൂയ. താൻ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുകയും ക്രിസ്തുവിന് വേണ്ടി വളരുകയും ക്രിസ്തുവിന് വേണ്ടി നടക്കുകയും ക്രിസ്തുവിന് വേണ്ടി 14ലധികം ലേഖനങ്ങൾ എഴുതുകയും എല്ലാം ചെയ്തപ്പോഴും തൻ്റെ ഉള്ളിലുള്ള ചിന്ത തനിക്കെന്ത് വേണം? പുനരുത്ഥാനം പിടിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഇന്നലെ തിരുവചനത്തിലൂടെ കേട്ടു അല്ലേ? അലസ്തന്തർ എന്ന് പറയുന്ന സ്വർണ്ണപ്പണിക്കാരൻ പുനരുത്ഥാനമില്ല എന്ന് പറഞ്ഞ് സഭയെ കലക്കി കളഞ്ഞു. അവരും അവരുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടദാസന്മാരും എന്ത് ചെയ്തു? സഭയെ കലക്കി കളഞ്ഞു. അതായത് പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സഭയ്ക്ക് വെളിപ്പാടില്ല എന്നാണ് ഇന്നലെ നമ്മൾ കേട്ടത്. നമ്മുടെ ജീവിതത്തിനകത്ത്, ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഈ ലോകത്തിൽ എന്ത് ലഭിക്കുമെന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും ആഗ്രഹം പുനരുത്ഥാനമാണ്. പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ ഉയർപ്പാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവുള്ളവൻ, അഭിഷേകമുള്ള അഭിഷിക്തനായ ദൈവദാസൻ പറയുന്നു, എങ്ങനെ ഏതെങ്കിലും വിധത്തിൽ എന്ത് ചെയ്യണം? പുനരുത്ഥാനത്തിനെ പിടിക്കണം. അതിനെ എങ്ങനെയെങ്കിലും എനിക്ക് കൈക്കലാക്കണം. അപ്പോൾ അത്രത്തോളം വിശുദ്ധിയിലും വേർപാടിലും എല്ലാ കാര്യത്തിലും നടക്കുന്ന അപ്പോസ്തലനായ പൗലോസ് വരെ ഇതിനു വേണ്ടി പേടിച്ചിരുന്നു. ഇന്നത്തെ ഈ ജനമാകുന്ന ഞാനും നിങ്ങൾക്കും പേടിയുണ്ടോ? ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം കഴിഞ്ഞ് അടുത്ത പകൽക്കാലം നമ്മളിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് നമുക്കാർക്കും അറിയില്ല. നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഉയർപ്പിൻ്റെ ശക്തിയോടെ തന്നെയാണോ പോകുന്നത്? കർത്താവിൻ്റെ ആത്മാവ് ധരിച്ച നമ്മൾ ഈ ലോക ജീവിതം വിട്ട് നിത്യജീവനിലേക്ക് തന്നെ കടക്കൂ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. അതോ നമ്മൾ ഇന്നും നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ഉപവാസത്തിലും നമ്മുടെ ആരാധനയിലും ദൈവത്തോട് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ലോകത്തിൻ്റെ ആഗ്രഹങ്ങളും ലോകത്തിൻ്റെ ഇച്ഛകളും കുടുംബ ജീവിതവും വ്യക്തിപരമായ ജീവിതവുമാണോ എന്ന് നോക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ലോകത്തിൻ്റെ നന്മകൾ എല്ലാം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാനും പരിശുദ്ധാത്മാവും കർത്താവും. കാരണം ഈ ലോകത്തിൽ നമുക്ക് എല്ലാവിധ നന്മകളോടും ജീവിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലുപരി ഈ ലോക ജീവിതത്തെക്കാൾ ഉപരി കർത്താവ് ആഗ്രഹിക്കുന്ന നിത്യജീവനാണ്. ആ നിത്യജീവനെ നമ്മൾ ജീവിക്കണമെങ്കിൽ ഈ ലോകത്തിലുള്ള പലതും നമ്മൾ ചപ്പും ചവറുമായി എണ്ണണം. നമ്മുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ അറിഞ്ഞ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോ ദിനവും എന്നും നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ ക്രമപ്പെടുത്തി പോകേണ്ടതും പുനരുത്ഥാനത്തിൻ്റെ ശക്തിക്ക് വേണ്ടിയാണ്.
നിങ്ങൾ എത്രത്തോളം പുനരുദ്ധാന ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എത്രത്തോളം ഉയർപ്പിൻ്റെ ശക്തിക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുന്നു, ഉയർപ്പിന് വേണ്ടി നിങ്ങൾ നടക്കുന്നു, അത്രത്തോളം നിങ്ങൾ വിശുദ്ധി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ പോർഞ്ഞും അറിയില്ല നിങ്ങളുടെ സ്വഭാവം മാറുന്നത്, നിങ്ങളുടെ വാക്ക് മാറുന്നത്, പ്രവൃത്തി മാറുന്നത്, നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ മാറുന്നത്. കാരണം നമ്മൾ എവിടത്തേക്ക് പോകുവാനാണ് ഒരുങ്ങുന്നത്? നിത്യജീവനിലേക്ക്, നിത്യരാജ്യത്തിലേക്ക് പോകണമെങ്കിൽ വിശുദ്ധി വേണം. വിശുദ്ധിയിൽ തികഞ്ഞവനായ കർത്താവിനെ മുഖാമുഖം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഈ മൺകൂടാരം വിശുദ്ധമായി മാറണം. നമ്മുടെ ഈ മൺകൂടാരം വിശുദ്ധമായി മാറുമ്പോൾ തൻ്റെ പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് നമ്മളോടൊപ്പം വന്ന് വാസം ചെയ്യും. ആ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തും. നമ്മുടെ വാക്കും പ്രവൃത്തിയും സംസാരവും ക്രിസ്തുവിന് അനുരൂപരായിത്തീരും. ക്രിസ്തീയ ജീവിതം സിമ്പിളാണ്, ഹല്ലേലൂയ. പക്ഷെ നമ്മൾ പലപ്പോഴും അത് ചെയ്യാറില്ല. നമ്മൾ ചെയ്യാത്തതെന്നതിന് കാരണം എന്താണെന്നറിയാമോ? നമുക്ക് പലതും വിട്ടുകളയാൻ താല്പര്യമില്ല. നമ്മുടെ സ്വഭാവം, വാക്ക്, പ്രവൃത്തി പലതും നമുക്ക് വിട്ടുകളയുവാൻ കഴിയില്ല. ഹല്ലേലൂയ. നമ്മൾ അതിങ്ങനെ വിട്ടുകളയാത്തിടത്തോളം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടില്ല. നമ്മളൊരു ലാബൽ ക്രിസ്ത്യാനിയായി മാറും. സഭയിൽ പോകുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ചിലപ്പോൾ ആരാധിക്കുന്നുണ്ടായിരിക്കാം, ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലാബൽ വിട്ട്, ഒരു നില വിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ വളരുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ദൈവസഭയെ പഠിപ്പിക്കേണ്ട വിഷയമാണ് പുനരുത്ഥാനം. നമ്മുടെ ജീവിതത്തിനകത്ത് പുനരുത്ഥാനം ലഭിച്ചില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ എന്തെല്ലാം ഈ ലോകത്ത് നേടിയാലും, എത്ര ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തെല്ലാം കാര്യം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ലഭിച്ചാലും, പുനരുത്ഥാന ശക്തിയോടെ നിങ്ങൾ നിത്യരാജ്യത്തിൽ എത്തിയില്ല എങ്കിൽ ഇതെല്ലാം വേസ്റ്റാണ്. യുഗായുഗാനന്തരം നമ്മുടെ ദൈവത്തോടൊപ്പം ജീവിക്കുന്നതിൽ ഉപരിയായി മറ്റൊന്നുമില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ കഴിയും. അപ്പം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് തന്നെ ഈ പൗലോസ് അപ്പോസ്തലൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ്, താൻ എന്ത് ചെയ്തു? വേണ്ടാത്തതെല്ലാം, അല്ലെങ്കിൽ തൻ്റെ ആവശ്യ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? ചപ്പും ചവറുമെന്ന് എണ്ണി. 11-ാം വാക്യം പറയുന്നു, ഫിലിപ്പിയർക്ക് എഴുതിയ 3-ാം അധ്യായം, നമ്മൾ നേരത്തെ വായിച്ചതാണ്. അതിൻ്റെ 11-ാം, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുന്നതിനും ഇങ്ങനെ വല്ലവിധനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർന്ന് എണ്ണുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മനുഷ്യനൊരു മരണം ഉണ്ട്. ഞാനും നിങ്ങളും ഈ ലോകത്തിലൊരു മരണം ഉണ്ട്. മരിക്കുന്നവരെല്ലാം പുനരുത്ഥാനത്തിലേക്ക് പോവുകയില്ല. ഹല്ലേലൂയ. നമ്മളിതിനകത്തിരിക്കുന്ന എല്ലാവരും മരിക്കും, അല്ലേ? മരിക്കൂലേ? ചിലർ പറഞ്ഞില്ല. ഹല്ലേലൂയ. നല്ല ഉറപ്പാണ്, ഞാൻ മരിക്കൂല. ഹല്ലേലൂയ. പക്ഷെ എല്ലാവരും മരിക്കും. തിരുവചനം അങ്ങനെ തന്നെ പറയുന്നു. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമ്മൾ ദീർഘായുസ്സോടെ ഇരിക്കും. ദുഷ്ടമരണങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, അനാവശ്യമായുള്ള പെട്ടെന്നുണ്ടാകുന്ന സഡൻ ഡെത്തുകൾ ഇതിനകത്തുണ്ടാകാതിരിക്കട്ടെ, ദീർഘായുസ്സോടെ തന്നെ ഇരിക്കട്ടെ. ദൈവം തരുന്ന ദീർഘായുസ്സോടെ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തുന്നത് തന്നെയാണ് ദൈവത്തിന് ആഗ്രഹം. പൗലോസ് അപ്പോസ്തലൻ തന്നെ അത് തന്നെ പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകം വിട്ടെടുക്കപ്പെട്ടു എന്ന് ദൈവത്തിന് വേണ്ടി പ്രയോജനമൊന്നും ഇല്ല. അവിടെ ചെന്ന് ആരാധിക്കാം, ദൈവത്തെ കാണാം, അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണെങ്കിലും ഈ ലോകത്തിൽ ജഡത്തിലിരിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മളെ പ്രയോജനമുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് പോലെ അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ജീവിതത്തിനകത്ത് എങ്ങനെയെങ്കിലും മരിച്ചവരുടെ ഇടയിൽ 1000 പേര് മരിക്കുമ്പോൾ ഒരാളായിട്ടെങ്കിലും, ഒരാളാണ് അത് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതേപോലെ നമ്മളും ആഗ്രഹിക്കണം. ആരൊക്കെ മരിച്ച് നിത്യ അഗ്നിയിൽ പോയാലും നമ്മൾ എന്ത് ചെയ്യണം? നിത്യജീവനിലേക്ക് പ്രവേശിക്കുമെന്ന് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ ചപ്പും ചവറുമായി ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് പറയുന്ന വാക്ക് നല്ല എളുപ്പമാണ്. പക്ഷെ നമ്മൾ ഈ പ്രസംഗം ഒരുപാട് കേട്ടിട്ടുണ്ട്. ദൈവദാസനായ പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്തു? തൻ്റെ ഭവനത്തിനകത്ത് ഭയങ്കര സമ്പത്തായിരുന്നു. ആ സമ്പത്തിനെയൊക്കെ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു കളഞ്ഞു, അല്ലേ? അങ്ങനെ കേട്ടിട്ടില്ലേ? ഭയങ്കര സമ്പത്തായിരുന്നു, കപ്പലുണ്ടായിരുന്ന ആളിൻ്റെ മകനാണ്, അല്ലെങ്കിൽ കപ്പലുകൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ്, ഭയങ്കര നേതൃസ്ഥാനം ഇരുന്ന വ്യക്തിയാണ്. ഇതെല്ലാം ചപ്പും ചവറുമായി ആര് കളഞ്ഞു? പൗലോസ് അപ്പോസ്തലൻ കളഞ്ഞു. സമ്പത്തിനെ അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിന് മുട്ടെന്തെങ്കിലും ഉണ്ടായോ? ഒരു മുട്ടും ഉണ്ടായില്ല. ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനത്തിനകത്തൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മുട്ട് വരാതെ വണ്ണം നിങ്ങൾ എന്നെ സഹായിച്ചു. സമ്പത്തിൽ ഒരു മുട്ടും അദ്ദേഹത്തിന് വരാതെ വണ്ണം സംരക്ഷിക്കുവാൻ കർത്താവ് തനിക്ക് കൃപ നൽകി. സമ്പത്തിനെ കളഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഹിതമല്ലാത്ത രീതിയിലുള്ള സമ്പത്തിനെ കളഞ്ഞപ്പോഴും താൻ സമ്പന്നൻ തന്നെയായിരുന്നു. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ കാര്യം, താൻ
ഗമാലിയൻ്റെ കാൽ കീഴിലിരുന്ന് പഠിച്ച വ്യക്തിയാണ്. അന്നത്തെ കാലത്ത് ഗമാലിയൻ എന്ന് പറയുന്ന വ്യക്തി ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാൽ കീഴിൽ പഠിക്കുവാൻ ആയിരങ്ങൾ 10,000 കാത്തിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പൊസിഷൻ വെച്ചോ, ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പൊസിഷൻ വെച്ചോ, ഗമാലിയൻ എന്ന് പറയുന്ന ന്യായപ്രമാണ ശാസ്ത്രിയുടെ, ന്യായപ്രമാണം പഠിപ്പിക്കുന്ന വ്യക്തിയുടെ കാൽ കീഴിലിരുന്ന് ന്യായപ്രമാണം പഠിച്ചു. ഹല്ലേലൂയ. അതായത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമാണ്. അത്രത്തോളം പവർഫുള്ളായ വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരുന്നു ആര്? പൗലോസ് അപ്പോസ്തലൻ. അദ്ദേഹം അതിനെ വേണ്ടെന്ന് വെച്ചു. ആർക്ക് വേണ്ടി? കർത്താവിന് വേണ്ടി. ഹല്ലേലൂയ. എന്ത് കളഞ്ഞു? സമ്പത്ത് കളഞ്ഞു. തൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്ന വലിയ സർട്ടിഫിക്കറ്റുകൾ കളഞ്ഞു. താൻ വലിയ ആളാണെന്ന് പറഞ്ഞത് കളഞ്ഞു. തനിക്ക് ലഭിച്ച റോമാ പൗരത്വം, അന്നത്തെ രീതിയിൽ റോമാ പൗരത്വം സാമ്പത്തികം കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയമാണ്. റോമ സാമ്രാജ്യം ഏറ്റവും ടോപ്പായി നിൽക്കുന്ന സമയമാണ്. ആ സാമ്രാജ്യത്തിൻ്റെ പൗരത്വം തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം തന്നെ ശിക്ഷിച്ച പടയാളികളോട് താൻ പറഞ്ഞു, റോമാ പൗരനെ ന്യായവിധിയില്ലാതെ അടിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തുന്നതുണ്ട്. അത്രത്തോളം പവർഫുള്ളായിരുന്നു റോമാ പൗരത്വം. അതും അദ്ദേഹം ചപ്പും ചവറുമായിട്ട് കളഞ്ഞു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അതിനെ എല്ലാം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എങ്ങനെയെങ്കിലും പുനരുത്ഥാനം പിടിക്കണം. ഹല്ലേലൂയ. അപ്പം നമ്മൾ 2 വള്ളത്തിൽ കാല് ചവിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത്? ഹല്ലേലൂയ. ഇതെല്ലാം വേണ്ടെന്ന് പറഞ്ഞ മനുഷ്യൻ പറയാണ്, എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? ഉയർപ്പിൻ്റെ ശക്തിയോടെ കർത്താവിൻ്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് ഉയർപ്പിക്കുമ്പോൾ എനിക്ക് ഉയർപ്പിൻ്റെ ശക്തിയോടെ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിന് ക്രിസ്തുവിനോടൊപ്പം ചേരണമെന്ന് അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയ ജനമേ, ഇതിനകത്തിരിക്കുന്ന സഭാവിശ്വാസികളെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങൾ ഇന്നു മുതൽ, ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ചിന്തിക്കണം. മരണം നമ്മുടെ പിന്നാലെ ഉണ്ട്, നിഴല് പോലെ അവനുണ്ട്. ഏതു നിമിഷം വേണമെങ്കിലും അവൻ നമ്മെ പിടിക്കാം. ആ നിമിഷം കണ്ണടച്ച് തുറക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ തിരുമുഖം കണ്ടിരിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്ത് എന്തു ലഭിച്ചു എന്നല്ല, ഈ ലോകത്ത് എന്തു ലഭിച്ചില്ല എന്നല്ല, എങ്ങനെ നടന്നു എന്നല്ല കർത്താവ് നോക്കുന്നത്. കർത്താവിന് വേണ്ടി നീ ജീവിതം മാറ്റിവെച്ചാൽ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നീ പ്രയോജനപ്പെടുത്തിയാൽ, നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറച്ചാൽ, ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിൻ്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ നിന്റെ കാതുകൾ, നിന്റെ കൂടെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ കാതുകൾ അത് കേൾക്കുമ്പോൾ, നീ മരിച്ചവനായിരുന്നാലും കാലൂന്ന് എഴുന്നേൽക്കും, നീ പ്രാക്കളെപ്പോലെ പറന്നുയരുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ആ പറന്നുയർന്ന് കർത്താവിൻ്റെ തിരുമുഖം കാണുവാനുള്ള കൃപ നമുക്ക് ഉണ്ടാവണം. ഹല്ലേലൂയ. അതിനെന്ത് വേണം? പുനരുത്ഥാനത്തിൻ്റെ ശക്തി വേണം. നിന്റെ ഈ മർത്യ ശരീരത്തെ ഉയർപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം ഇതിനകത്തൊന്ന് പ്രാപിച്ചിട്ട് വേണം മടങ്ങിപ്പോവാൻ. ഹല്ലേലൂയ. നിങ്ങൾ പൂർണ്ണമായും ആ ശക്തിക്ക് വേണ്ടി കൊതിക്കണം. ആ ശക്തിക്ക് വേണ്ടി നിങ്ങളുടെ മൺകൂടാരത്തെ വിട്ടുകൊടുക്കണം. നിങ്ങളുടെ ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെക്കണം. നിങ്ങളുടെ ആഗ്രഹങ്ങളെ വേണ്ടെന്ന് വയ്ക്കണം. വച്ചതിന് ശേഷം പുനരുത്ഥാനത്തിന് വേണ്ടി കൊതിച്ചിവിടെ ജീവിച്ചാൽ, ഈ ലോകത്ത് നീ ജീവിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന് അനുരൂപനായി നിനക്ക് ജീവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നമുക്ക് മാതൃകയായ കർത്താവ് ഈ ലോകത്തുണ്ട്. കർത്താവ് 33.5 തിരുവയസ്സ് വരെ ഈ ലോകത്ത് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് നമുക്ക് മാതൃക കാണിച്ചതാണ്. നമ്മളും ഉയർത്തെഴുന്നേൽക്കും. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറ, നമ്മളും ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. എങ്ങനെ ജീവിച്ചാൽ? ക്രിസ്തുവിന് അനുരൂപനായി ജീവിച്ചാൽ, പുനരുത്ഥാന ശക്തിയോടെ ജീവിച്ചാൽ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം പറയുന്നു, എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. ഹല്ലേലൂയ. നമ്മെ കർത്താവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചതുപോലെ എന്ത് ചെയ്യും? തൻ്റെ ശക്തിയാൽ നമ്മയും ഉയർപ്പിക്കും. എത്ര അനുഗ്രഹപ്പെട്ട വചനം അല്ലേ? കർത്താവിന് വേണ്ടി പിതാവായ ദൈവത്തെ അറിഞ്ഞ് നമ്മൾ പുത്രന് അനുരൂപരായി ഈ ലോകത്ത് ജീവിച്ചാൽ, പ്രിയമുള്ളവരെ, പിതാവായ ദൈവം പുത്രനെ ഉയർപ്പിച്ചതുപോലെ തൻ്റെ ശക്തിയാൽ എന്നെയും നിങ്ങളെയും ഉയർപ്പിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ നാളിൽ പറഞ്ഞതാണ്, നമ്മെ ഇന്ന് എതിർക്കുന്നവർ, നമ്മെ ഇന്ന് തകർക്കുന്നവർ, കരച്ചിലും പല്ലുകടിയും നടക്കുമ്പോൾ നമ്മൾ ചിരിയോടെ സന്തോഷത്തോടെ പറന്നു വരും. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത് ഏറ്റവും മഹാസന്തോഷമായി എനിക്ക് തോന്നിയ കാര്യം ഇതാണ്. എനിക്ക് പണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് ആത്മഹത്യ ടെൻഡൻസി ഉണ്ടായിരുന്നു. മരിക്കണം എന്നുള്ള ചിന്തയായിരുന്നു പലപ്പോഴും.
പലപ്പോഴും മരിക്കുവാനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. കർത്താവിനൊക്കെ അറിയുന്നതിന് മുന്നെയാണ്, അതിനുശേഷം ഒന്നും തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ തിരുവചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ആത്മഹത്യ ഒന്നിനും ഇല്ല. നമ്മുടെ ഈ ജീവിതം നശിപ്പിക്കേണ്ട അവകാശം നമുക്ക് ഇല്ല. ഹല്ലേലൂയ. നമ്മളെ ഈ ലോകത്തിലാക്കി വെച്ച സമയം അത്രയും നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം. അതെന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്തൊക്കെ പ്രതികൂലങ്ങളുണ്ടെങ്കിലും ജീവിച്ചേ പറ്റൂ. ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ആത്മഹത്യ ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് മാറ്റണം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ആരും സ്നേഹിക്കാനില്ലെന്ന് പറഞ്ഞാലും, ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാലും, 2026 വർഷത്തിന് മുന്നേ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരു കർത്താവ് ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്ത് ജീവിക്കുന്നു. നിങ്ങളോട് ഇടപെടുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ, നിന്നെ കരുതുവാൻ, നിൻ്റെ സങ്കടങ്ങളെ മാറ്റുവാൻ ആ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ആ കർത്താവ് ഇന്നുമുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ജീവിച്ച എനിക്ക് കർത്താവിനെ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ വചനം മനസ്സിലായി, വചനം പഠിച്ച ശേഷം എൻ്റെ ജീവിതത്തിനകത്ത് മറ്റെന്തു കാര്യം പറയുന്നേക്കാളും മരണത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയുന്ന സമയത്ത് പലർക്കും സങ്കടങ്ങൾ വരാറുണ്ട്, കരയുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതെന്തെന്നറിയില്ല, എൻ്റെ കർത്താവ് എന്നെ ഉയർപ്പിൻ്റെ ശക്തിയോടെ നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു രാവിലെ സാധാരണ ഭയങ്കര സ്വപ്നമൊന്നും കാണുന്ന ആളല്ല കേട്ടോ. നിങ്ങളോട് ഞാൻ പറയും സ്വപ്നം കാണണം, ദർശനം കാണണം എന്നൊക്കെ പറയുമ്പം ഞാൻ ദർശനങ്ങൾ കാണാറുണ്ട്, സ്വപ്നങ്ങൾ കാണാറുണ്ട്. പക്ഷെ പലപ്പോഴും എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ കാണാറില്ല. കഴിഞ്ഞ ആഴ്ച രാവിലെ, ഞായറാഴ്ച രാവിലെ ഞാൻ ഇതിനകത്ത് വരുന്നതിന് മുന്നേ, അതായത് വെളുപ്പിനെ എഴുന്നേൽക്കുന്നതിന് മുന്നേ 5 മണിക്കൊക്കെ എഴുന്നേൽക്കാറുണ്ട്. 5-5:30 ആകുമ്പോൾ എഴുന്നേൽക്കും. ചിലപ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കും, ചിലപ്പോൾ അതിന് മുന്നേ എഴുന്നേൽക്കും. അപ്പോൾ അന്ന് എഴുന്നേൽക്കുന്നതിന് മുന്നേ, തൊട്ട് മുന്നേ ഞാനൊരു സ്വപ്നം കാണുകയാണ്. സ്വപ്നം ഇങ്ങനെയാണ്: എന്നെ ആംബുലൻസിൽ നിന്ന് ഇറക്കുകയാണ്, ബോഡിയാണ് ഇറക്കുകയാണ്. എൻ്റെ കുടുംബം തൊട്ടടുത്തുണ്ട്, കുഞ്ഞുണ്ട്. ഞാൻ ചിരിച്ച മുഖത്തോടെ കിടക്കുകയാണ് കേട്ടോ. സാധാരണ സ്വപ്നം, ഇങ്ങനെയുള്ള സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പേടിക്കുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചിരിച്ച മുഖത്തോടെ കിടക്കണം. എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ ബോഡി കണ്ടപ്പം ഞാൻ ചിരിക്കുകയാണ്. എൻ്റെ ഭാര്യ അതിനേക്കാളും സന്തോഷത്തോടെ നിൽക്കുന്നു, കുഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്നു. ഇത് വൈകുന്നേരം വന്ന്, കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ് വൈകുന്നേരം അവളെ എടുത്ത് പറഞ്ഞപ്പോൾ അവൾ കണ്ണ് നീരൊക്കെ ഒഴുക്കി ഉടനെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് കരയണ്ട കേട്ടോ ഇപ്പോഴും. ഹല്ലേലൂയ. അപ്പം എന്താ പറയുക, ഞാൻ ഇങ്ങനെ സന്തോഷത്തോടെ നിന്നിട്ട് ഞാൻ അപ്പോഴങ്ങനെ കിടന്നുകൊണ്ട് അവളെ മുഖത്താണ് നോക്കുന്നത്. നോക്കിയ സമയത്ത് അവൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആരോട്, അത് രൂപമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ആരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അവരോട് പറയുന്നുണ്ട്, ആൾക്ക് കർത്താവ് കൊടുത്ത എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഓടി തൃപ്തിയായി എല്ലാ കാര്യം നീറ്റായിട്ട് ചെയ്തിട്ടാണ് ആൾ മടങ്ങിപ്പോകുന്നത്. ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ, അല്ലെങ്കിൽ പട്ടാളക്കാരൻ മരിക്കുമ്പോൾ പട്ടാളക്കാരൻ്റെ ഭാര്യ എന്ത് ചെയ്യും? സങ്കടം ഉണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലും രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നത് പോലെ ഗൗരവത്തിൽ എൻ്റെ ഭാര്യ നിൽക്കുകയാണ്. ഇതിനെക്കാട്ട് എന്ത് സന്തോഷമുണ്ട് എനിക്ക്? ഹല്ലേലൂയ. ഞാൻ പറയുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്കും ഈ വിശ്വാസം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ സഭയുടെ അകത്ത് ഞാൻ ഒരാളോട്, ഒരു വ്യക്തിയോട് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളെ മുറിക്കാനോ നിങ്ങളെ തകർക്കുവാനോ അല്ല പറയുന്നത്. ദൈവം പറഞ്ഞ, അല്ലെങ്കിൽ ദൈവത്തോട് സംസാരിച്ച കാര്യം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. സ്ഥാപനത്തിൽ പോലും എവിടെ പോയാലും ഞാൻ അങ്ങനെയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവൻ്റെ ഏറ്റവും ആഗ്രഹം ഈ ലോകത്തിൽ എത്രയും പെട്ടെന്ന് ഈ ലോകം വിടണം. എവിടെ പോകണം? പുനരുത്ഥാനത്തിൽ പങ്കാളിയാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ വയസ്സായ ആൾക്കാരോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറയും, ഇനി എനിക്ക് ഒരാഗ്രഹം കൊണ്ട് എൻ്റെ മോളം കൂടെ കാണണം. അപ്പോൾ നമ്മൾ ചോദിക്കും, കൊച്ചുമോളായ? ഇല്ല, മൂത്തോളം അയച്ചതേ ഉള്ളൂ. അവളൊരു മോളെ പ്രസവിച്ച് അവൾക്കൊരു കുഞ്ഞുകുട്ടിനെ കൂടെ കാണണം. ആ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം നടക്കില്ല. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഗ്രഹം പുനരുത്ഥാനമാണെങ്കിലും ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുന്ന സമയത്ത് എത്രയും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായിത്തീരണം. നമുക്കെതിരെ ശത്രുക്കൾ വരുമായിരിക്കാം, നമുക്കെതിരെ തന്ത്രശാലികൾ വരുമായിരിക്കാം, നമുക്കെതിരെ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമായിരിക്കാം. എല്ലാം ചെയ്താലും നമ്മുടെ ഈ ജീവിതം കർത്താവിൻ്റെ കരത്തിൽ കൊടുത്താൽ നമ്മൾ പൂർണ്ണമായും ക്രിസ്തുവിൽ ആഗ്രഹിച്ച് ആശ്രയിച്ച് ജീവിക്കും. പുനരുത്ഥാനത്തോടെ ശക്തിയോടെ ജീവിക്കുന്നവനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. എനിക്ക് 100% അറിയാം, ഞാൻ മരിച്ച നിത്യതയിൽ എത്തുമെന്നറിഞ്ഞാൽ എന്നെ തകർക്കുവാൻ രോഗത്തിന് കഴിയില്ല, ശാപത്തിന് കഴിയില്ല, പിശാചിന് കഴിയില്ല, ഈ ലോകത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടിന് കഴിയില്ല. കാരണം എന്തെന്നറിയാമോ? മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്നത് മരണത്തെയാണ്. ഹല്ലേലൂയ. മരണത്തിനെ ഭയപ്പെടാത്തവനെ ഒന്നുകൊണ്ടും ഭയപ്പെടുത്താൻ പറ്റൂല. പറ്റുമോ? ഇല്ല.
നിനക്ക് മരണഭയമില്ലെങ്കിൽ നിന്നെ കൊന്നു കൊണ്ടുപോകാൻ സാത്താൻ ശ്രമിക്കില്ല, രോഗം ശ്രമിക്കില്ല, ലോകം ശ്രമിക്കില്ല. നീ തകരുമെന്ന് തോന്നുന്നിടത്തെല്ലാം നീ വിജയിക്കും. ഇന്ന് ഇതിനകത്തിരിക്കുന്ന രോഗികളായിരിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, മരണഭയം നിന്നിൽ നിന്ന് മാറ്റണം. ഹല്ലേലൂയ. നീ മരിച്ചാൽ കർത്താവിനെ കാണുമെന്നുള്ള ഉറപ്പ് നിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കണം. നിനക്ക് മരണത്തെ ഭയമുള്ളിടത്തോളം കാലം രോഗം നിന്നെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിനക്ക് മരണത്തെ ഭയമുള്ളിടത്തോളം കാലം ലോകം നിന്നെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിനക്ക് മരണത്തെ ഭയമുള്ളിടത്തോളം കാലം നിനക്ക് പല സൈഡിൽ നിന്ന് ഭയമുണ്ടായിക്കൊണ്ടേയിരിക്കും. നീ ഭയപ്പെടാതെ ജീവിക്കണമെങ്കിൽ, ഈ ലോകത്ത് നിന്നെ ആക്കി വെച്ച ദിവസം അത്രയും ഭയപ്പെടാതെ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തിയിൽ നീ വിശ്വസിക്കണം. എൻ്റെ കർത്താവ് 3-ാം പക്കം കാൽവരി ക്രൂശിൽ മരിച്ച് 3-ാം പക്കം അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഞാനും കർത്താവിൻ്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. ഞാനും കർത്താവിൻ്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നീ 100% വിശ്വസിക്കണം. കർത്താവിനോടൊപ്പം നീയും ജീവിക്കണം. ഹല്ലേലൂയ. ഇന്ന് നിൻ്റെ പിന്നാലെ വരുന്ന പലതിനും നിനക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ പറ്റൂല. ഹല്ലേലൂയ. ഇതാരോടൊക്കെ ദൂതാണ് കേട്ടോ. ഇന്ന് നിന്നെ വിഷമിക്കുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്നെ പ്രയാസപ്പെടുത്തുന്ന പ്രതികൂലങ്ങളുടെ മധ്യ നീ പറയണം, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് പിതാവായ ദൈവം കർത്താവിനെ ഉയർപ്പിച്ച ശക്തിയാൽ എന്നെയും ഉയർപ്പിക്കും. ഹല്ലേലൂയ. ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ എന്ന് കർത്താവ് ചോദിച്ചതിന് കാരണം എന്തോന്നാണ്? കർത്താവിന് മരണത്തെ ഭയമില്ലായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ എന്നോടുണ്ട്? ഈ കേൾക്കാനൊക്കെ ഭയങ്കര സുഖമാണല്ലേ, അത് എടുക്കാനാണ് ബുദ്ധിമുട്ട്. പക്ഷെ അതെടുക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്താൽ മതി. ഹല്ലേലൂയ. ഈ ലോകത്ത് നമ്മളെ എത്ര കാലം നിർത്തിയിരിക്കണമെന്ന് കർത്താവിനൊരു കാലഘട്ടമുണ്ട്. ആ സെക്കൻഡും ആ മിനിറ്റും വരെ നമ്മളിവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ എന്തു ചെയ്യും? നമ്മളിവിടെ നിന്ന് പോവും. പക്ഷേ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ രോഗികളായി ജീവിക്കുവാനല്ല കർത്താവ് വിളിച്ചത്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ദരിദ്രനായി ജീവിക്കുവാനല്ല കർത്താവ് വിളിച്ചത്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഭയത്തോടെ, വിറയലോടെ, പേടിയോടെ, മരണത്തെ പേടിച്ച് ജീവിക്കുവാനല്ല കർത്താവ് വിളിച്ചത്. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. നിൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്താട്ടെ. ഇന്ന് ഈ പകൽക്കാലം 1 സെക്കൻഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ, ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല, ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറ, കർത്താവേ, ക്രിസ്തുവിനെ ഉയർപ്പിച്ച പിതാവായ ദൈവമേ, ക്രിസ്തുവിനെ ഉയർപ്പിച്ച ആത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ നിറയ്ക്കണം. ഇന്ന് വരെ ഞാൻ സ്നേഹിച്ച ലോകത്തെയും മറ്റുള്ള ഇതിനെല്ലാം ചപ്പും ചവറുമായി എണ്ണിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിലുണ്ടെന്ന വിശ്വാസത്തും ഉറപ്പും തിരുവചനം നൽകുമ്പോൾ ആ വചനത്തിൻ്റെ ഉറപ്പിന്മേൽ ഞാൻ ജീവിക്കുവാനുള്ള കൃപ ഒരുക്കണം. ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ കണ്ട പ്രതികൂലങ്ങൾ മാറും. ഉയർപ്പിൻ്റെ ശക്തിയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് തന്നെ തൊട്ട് നേരത്തെ നമ്മൾ വായിച്ച ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഒരിക്കൽ കൂടി പോകേണ്ടി വരും. അതിനകത്ത് ഇപ്പോൾ ഇതിൻ്റെ 9-ാം വാക്യത്തിനകത്ത് 10-ാം വാക്യം പറയുന്നു, എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യത്തിനകത്ത് 10-ാം വാക്യത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നു, അവനിലിരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവൻ്റെ പുനരുത്ഥാന ശക്തിയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധനെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർന്ന് എണ്ണുന്നു. എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ ആ പുനരുത്ഥാന ശക്തിയോടെ കയറിയെന്ന് പറഞ്ഞാൽ, തൻ്റെ ക്രിസ്തുവിനെ തന്നെ സ്നേഹിച്ച ദമസ്കോസിൻ്റെ നടയിൽ വെച്ച് താനുമായി കണ്ടുമുട്ടിയ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വരികയും താൻ ആ ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുകയും ചെയ്തു. ഹല്ലേലൂയ. എങ്ങനെയാണ് മരണത്തിൽ പങ്കാളിയായത്? സ്നാനത്തിലൂടെ. അനന്യാസ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ തലയിൽ കരം വെച്ച് പ്രാർത്ഥിച്ചു. താൻ സ്നാനത്തിന് വേണ്ടി തന്നെ വിട്ടുകൊടുത്തു. ഇതിനകത്ത് സ്നാനമെടുത്ത വ്യക്തികളെ നിങ്ങൾ ആരുമായി അനുരൂപപ്പെട്ടു? ക്രിസ്തുമായി അനുരൂപപ്പെട്ടു. ക്രിസ്തു യേശുവോടൊപ്പം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. കർത്താവിൻ്റെ ജീവൻ നിങ്ങളിലും നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിലും മറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവൻ നിന്നിലുണ്ടെങ്കിൽ നിൻ്റെ ഉള്ളിൽ പുനരുത്ഥാന ശക്തിയുണ്ട്. ഹല്ലേലൂയ. നീ ഇന്നും ആ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ നിൻ്റെ ഉള്ളിൽ നിന്ന് ആ ശക്തി പുറത്ത് മാറുകയില്ല.
ആ ശക്തി ഓരോ ദിവസവും വർദ്ധിച്ചു വരും. ആ ശക്തി നിന്നെ മാനിച്ചു തുടങ്ങും. ആ ശക്തി നിനക്ക് ഉറപ്പ് തരും. നീ ഈ ലോകം വിട്ടെടുക്കപ്പെടുമ്പോഴും നീ എൻ്റേതാണെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നീ ഏത് കഷ്ടത്തിലൂടെ പോയാലും, ഏത് പ്രയാസത്തിലൂടെ പോയാലും, ഏത് പ്രതികൂലത്തിലൂടെ പോയാലും പരിശുദ്ധാത്മാവ് നിന്നെ കൈവിടുകയില്ല. കാരണം നീ ആരുടെ മരണത്തിന് അനുരൂപപ്പെട്ട വ്യക്തിയാണ്? ക്രിസ്തുവിൻ്റെ മരണത്തിൽ അനുരൂപപ്പെട്ട വ്യക്തിയാണ്. നീ അടക്കപ്പെട്ട വ്യക്തിയാണ്. നീ ഉയർത്തെഴുന്നേറ്റവനാണ്. ഇന്ന് നിന്റെ ജീവൻ പിതാവാകുന്ന ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിലാണ്. ആ ക്രിസ്തുവിൻ്റെ ജീവനാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന നിന്റെ മേലുള്ളത്. ഹല്ലേലൂയ. ഇതിനകത്ത് സ്നാനമെടുക്കാത്ത വ്യക്തികളെ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളും സ്നാനമെടുക്കണം. നിങ്ങളും ഈ അടക്ക മരണ പുനരുത്ഥാന ശുശ്രൂഷയിൽ പങ്കാളിയായി തീരണം. ഹല്ലേലൂയ. അങ്ങനെ പങ്കാളിയാകുമ്പോൾ നിങ്ങളുടെ മേൽ പുനരുത്ഥാനത്തിൻ്റെ ശക്തി വെളിപ്പെടും. ഇന്ന് നിങ്ങളെ നശിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾ മാറും. നിങ്ങൾക്ക് നിത്യതയുടെ വെളിപ്പാടുകൾ ലഭിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അതേപോലെ ഉയർപ്പിൻ്റെ ശക്തി ചലിച്ചാൽ അപ്പോസ്തല പ്രവൃത്തിയുടെ 2-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം പറയുന്നു, ദൈവമോ മരണപാശങ്ങൾ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഉയർപ്പിൻ്റെ ശക്തി ഒരുവൻ്റെ മേൽ ചലിച്ചാൽ മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉയർപ്പിൻ്റെ ശക്തി ഇതിനകത്തിരിക്കുന്ന ഒരു സഹോദരിയുടെ മേൽ ചലിച്ചാൽ മരണത്തിൻ്റെ ശക്തിക്ക് അവനെ പിടിച്ചു വയ്ക്കുവാൻ, മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയില്ല. ഇതിനകത്തിരിക്കുന്ന വ്യക്തികളെ നോക്കി ഞാൻ പ്രവചനാത്മാവിൽ വിളിച്ച് പറയട്ടെ, നിനക്ക് ഇന്ന് മരണമുണ്ടെന്ന് തോന്നുകയാണ്. എന്താണ് മരണം? ഹല്ലേലൂയ. ഒരു മനുഷ്യൻ്റെ എൻഡാണ്, ഈ ലോകവുമായുള്ള ബന്ധത്തിൽ എൻഡാണ് മരണം, അല്ലേ? അങ്ങനെയാണോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എൻഡാണ് മരണം. അതേപോലെ മരണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് മരണമെന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു രോഗം വന്നു, ഇനി അതിന് ചികിത്സയില്ല, അതിന് മരണമെന്ന് പറയാം. ഹല്ലേലൂയ. പറഞ്ഞൂടെ? പറയാം. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് അത് മാറുകയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിന് മരണമെന്ന് പറയാം. ഇതിനകത്തിരിക്കുന്ന ആരോഗ്യം നോക്കി ഞാൻ പ്രവചിക്കുന്നു, ഇന്ന് ഈ പകൽക്കാലം പുനരുത്ഥാന ശക്തി ചലിച്ച് നിന്റെ മേലുള്ള രോഗാത്മാവിനെ കർത്താവ് മാറ്റും. നിന്റെ മേൽ മരണമെന്ന് പറഞ്ഞ ആ സംഭവത്തിനെ, നിന്റെ ജീവിതം നശിച്ചു എന്ന് പറഞ്ഞ ആ സംഭവത്തിനെ, നിന്റെ ജീവിതത്തിൽ എൻഡായി എന്ന് പറഞ്ഞ ആ സംഭവത്തിനെ കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കും. കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ചിലരുടെ മേൽ മരണം കൊണ്ടിട്ട പൈശാചിക സാന്നിധ്യങ്ങളെ കർത്താവ് ഇന്ന് പകൽക്കാലം പൊളിക്കും. ചിലരുടെ മേൽ രോഗം കൊണ്ടിട്ട മരണത്തെക്കുറിച്ച് ഭയപ്പെടുത്തുന്ന ചില പ്രതികൂലങ്ങളെ കർത്താവ് ഇന്ന് പകൽക്കാലം പൊളിക്കും. ചില ക്യാൻസറുകൾ ഇന്ന് ഇതിനകത്ത് സൗഖ്യമാകും, മുഴകൾ അപ്രത്യക്ഷമാകും. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി, ഹീലിംഗ് ഇതിനകത്ത് നടക്കുവാൻ പോകുന്നു. നിന്റെ രോഗത്തിനെ നോക്കി നീ പറ, ഈ മരണമേ നിന്റെ ജയം എവിടെയെന്ന് ചോദ്യരെ. റിഹബല ദുരഹ ഷാദുലഹ ദൂരധാര ദൂരധാര റിഹബാല ദൂരധാര ദൂര. നിന്നെ വിട്ട് പിരിയില്ല എന്ന് പറയുന്ന വിഷമങ്ങൾ കർത്താവ് മാറ്റും. നിന്റെ മേൽ കിടക്കുന്ന പ്രതികൂലങ്ങൾ കർത്താവ് മാറ്റും. കാരണം നീ മരിക്കുവാനുള്ളവനല്ല, ഉയർപ്പിൻ്റെ ശക്തിയോടെ ഈ ലോകത്ത് ജീവിക്കാനുള്ളവനാണ്. ഹല്ലേലൂയ. കല്ലറകൾക്ക് നമ്മുടെ കർത്താവിനെ പിടിച്ചടക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ രോഗത്തിന് നമ്മെ തകർക്കുവാൻ കഴിയുകയില്ല, പിശാചിന് നമ്മെ തകർക്കുവാൻ കഴിയുകയില്ല, പ്രതികൂലത്തിന് നമ്മെ തകർക്കുവാൻ കഴിയുകയില്ല, ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിന് നമ്മെ തകർക്കുവാൻ കഴിയുകയില്ല, ഇന്ന് അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് നമ്മെ തകർക്കുവാൻ കഴിയുകയില്ല. കാരണം എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. എന്റെ പ്രിയ ജനമേ, എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധീര്. ഇന്ന് അവൻ ജീവിക്കുന്നു. ആ കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്, നിന്നെ സൗഖ്യമാക്കുവാൻ, നിനക്ക് വിടുതൽ നൽകുവാൻ, നിന്നെ ആള് മാറ്റിയവനെ പോലെ ഉപയോഗിക്കുവാൻ. ഈ സമയം തന്നെ ആരുടെ മേലൊക്കെ ദൈവത്തിന്റെ ഉയർപ്പിന്റെ, ആരുടെ മേലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കുവാൻ പോകുന്നു, നിന്നെ ആള് മാറിയവനെ പോലെ ഉപയോഗിക്കുവാൻ. ഇതിനകത്തിരിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചാട്ടെ. നീ എന്തിനാണോ ഭയപ്പെടുന്നത്, നീ എന്താണോ ഭയപ്പെട്ട് നിൽക്കുന്നത്, ആ ഭയത്തെ മാറ്റുവാൻ തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം പറയുന്നു,
ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:21 പറയുന്നു, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. നമ്മുടെ ഈ ജഡത്തിൽ യഥാർത്ഥത്തിൽ ഉയർപ്പ് നടക്കില്ല. അതിന് പകരം എന്ത് ചെയ്യും? കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ ശക്തിയാൽ തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ഈ ശരീരത്തെ മഹത്വമുള്ള ശരീരമായി തീർക്കും. ഹല്ലേലൂയ. ഞാൻ ഈ അധ്യായങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, അങ്ങനെ ചോദിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ, ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ച് പഠിച്ചത് ആളാണ്. ചോദിച്ചു, കർത്താവേ, യഥാർത്ഥത്തിൽ ഈ ശരീരം ഇപ്പം നിങ്ങൾ എന്തായാലും ഒരു 60-70 കിലോ കാണും, ഇത് ഉയർത്ത് പോകുമെന്ന് എന്താണ് ഉറപ്പ്? ഹല്ലേലൂയ. അന്ന് ശരീരം കൊണ്ടാണ് ഉയർക്കുന്നതെന്ന് ആത്മാവ് കൊണ്ടാണ് ഉയർക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ആ സമയത്ത് ചോദിച്ചതാണ്. കർത്താവ് അത് കഴിഞ്ഞ് ഞാൻ 1-2 തവണ ഇങ്ങനെ പ്രാർത്ഥനാ സമയത്ത് ചോദിച്ചു. ഒരു മീറ്റിംഗ് സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നു. ഹല്ലേലൂയ. ഇതിനകത്ത് ഇന്ന് പലരും അത് ആസ്വദിച്ചിട്ടുണ്ടായിരിക്കാം. നിൽക്കുന്ന നിപ്പിൽ എന്നെ അങ്ങ് എടുത്തോണ്ട് പോയി. പഞ്ഞി എങ്ങനെ പോകുന്നോ അതേപോലെ നമ്മൾ എത്ര പേര് അനുഭവിച്ചിട്ടുണ്ട്? ഹല്ലേലൂയ. അത് വല്ലാത്തൊരു അനുഭവമല്ലേ? നമുക്ക് തന്നെ അറിയാം നമ്മൾ താഴെ അല്ലെന്ന്. ഹല്ലേലൂയ. നമുക്ക് തന്നെ അറിയാം നമ്മൾ പറന്നു പോകുകയാണെന്നറിയാം. ആ രീതിയിൽ എന്നെ അങ്ങ് പറത്തി. അന്ന് എനിക്ക് മനസ്സിലായി ഈ വചനം സത്യമാണ്. തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് എൻ്റെ ഈ ശരീരത്തെ മഹത്വമുള്ള ശരീരമാക്കി കർത്താവ് മാറ്റും. അങ്ങനെ ആ ഉയർപ്പിൻ്റെ ശക്തി എന്നിൽ വ്യാപരിക്കും. ആ വ്യാപാരം എൻ്റെ മേൽ കിടക്കുന്നിടത്തോളം കാലം ഞാൻ മരിച്ച് അടക്കപ്പെട്ട് കിടന്നാലും, ഞാൻ ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ട് മാറുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ന് നമുക്ക് അവിടെ വെച്ച് കാണാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് വലുത് നമുക്ക് വേണ്ടി ചെയ്തതിനുപരിയായി ഏറ്റവും വലുതാണ് ഉയർപ്പിൻ്റെ ശക്തി. ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മനുഷ്യന് ഏറ്റവും ഭയപ്പെടുന്ന സംഭവമാണ് മരണം. സാമ്പത്തികമുള്ളവന് ഏറ്റവും ഭയം മരണമാണ്. ഈ ഇടയ്ക്ക് ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ഡെഡ് ബോഡിയെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവരുണ്ട്. ജീവിച്ച് കൊതിയായി തീർന്നില്ല പോലും. ഇനി അടുത്ത് മരണത്തെ വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും മരണത്തെ കീഴ്പ്പെടുത്തുവാൻ ലോകത്തിന് കഴിയും, വൈദ്യശാസ്ത്രത്തിന് കഴിയും. അന്ന് ഈ ശരീരത്തിലേക്ക് എന്ത് ചെയ്യാം? ആ മരണത്തെ അല്ലെങ്കിൽ അവരുടെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് ഡെഡ് ബോഡിയെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എത്രയോ യൂറോ കൊടുത്ത്, എത്രയോ കോടി രൂപ കൊടുത്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവന് മരണം ഭയമായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ നീ തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ളൊരു ഇതുകൊണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നു, മരിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമ്മൾ കണ്ണ് തുറക്കും. ഹല്ലേലൂയ. നമ്മൾ ഇത്രയും കാലം തിരുവചനത്തിലൂടെ കേട്ട് പഠിച്ച നമ്മുടെ ഭവനത്തിനകത്ത് നമ്മൾ പ്രവേശിക്കും. ഹല്ലേലൂയ. നമ്മൾ ദൂതന്മാരോടൊപ്പം ആരാധിക്കും. ആ ദൂതന്മാരെ കണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആ പുനരുദ്ധാന ശക്തി ഉള്ളവനെ പിടിച്ചടക്കുവാൻ ഈ ലോകത്തിലുള്ള ഒരു ശക്തികൾക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. അതേപോലെ തന്നെയാണ് ലാസറിൻ്റെ മരണം. ലാസറിൻ്റെ മരണം നമുക്കറിയാം അല്ലേ? ലാസർ മരിച്ചു, അടക്കി. 4-ാം ദിവസമായപ്പോൾ നാറ്റം വെച്ച് തുടങ്ങിയപ്പോഴാണ് ആര് വന്നത്? കർത്താവ് ലാസറിൻ്റെ കല്ലറയ്ക്കൽ എത്തിയത്. കർത്താവ് കല്ലറയ്ക്കലെത്തിയ സമയത്ത് അതിൻ്റെ 11 മുതൽ 27 വരെ വാക്യങ്ങളാണ് കേട്ടോ. അതിനകത്ത് വായിക്കുന്ന സമയത്ത് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 11 മുതൽ 27 വരെ. അതിൻ്റെ 11-ാം അധ്യായം 20 മുതൽ 27 വരെ വായിക്കുന്ന സമയത്ത്, യേശു വന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവൻ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. യേശു അവളോട്, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. എന്ത് പ്രത്യാശയുള്ള വീടാണെന്ന് ആലോചിച്ച് നോക്കണം. ഹല്ലേലൂയ. കർത്താവ് വന്നിട്ട് പറയാണ്, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിനോട് തിരിച്ച് സഹോദരി പറയാണ്, എനിക്കറിയാം അവസാന നാളിൽ എന്ത് ചെയ്യും? പുനരുത്ഥാന സമയത്ത് എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. എന്തുകൊണ്ടെന്നറിയാമോ?
കർത്താവുമായിട്ട് അത്ര ഇൻറ്റിമസി ആയിരുന്നു, അത്ര സ്നേഹമായിരുന്നു. ആ ദേശത്ത് കർത്താവ് പോയി ആ ഭവനത്തിൽ പോവാതെ കർത്താവ് മടങ്ങിപ്പോകില്ല. ഹല്ലേലൂയ. അന്ന് ആ ഭവനത്തിലാണ് കർത്താവ് പോയെങ്കിൽ ഇന്ന് ഈ മൺകൂടാരത്തിലാണ് കർത്താവ് വാസം ചെയ്യുന്നത്. എപ്പോഴും കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. എത്രത്തോളം സ്നേഹമായി നിനക്ക് കർത്താവിനെ കൊണ്ട് നടക്കാൻ പറ്റുമോ അത്രത്തോളം കർത്താവ് നിന്നെയും കൊണ്ട് നടക്കും. പുനരുത്ഥാന ശക്തി നിൻ്റെ മേൽ വ്യാപരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയുകയാണ്, മാർത്താവിനോട് ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. അവൾ അവനോട്, കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് സഹോദരിയെ വിളിക്കുവാനായി പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിച്ചാൽ, ആ കർത്താവിൽ നീ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ആ കർത്താവിനോടൊപ്പം ചേർന്ന് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ പുനരുത്ഥാനത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ തിരുവചനം പറയുന്നു, കർത്താവ് തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ജീവിച്ചു മരിക്കുന്ന ഒരു വ്യക്തിയെ കല്ലറകൾ കടക്കുവാൻ കഴിയില്ല. ക്രിസ്തുവിൽ ജീവിച്ച് മരിക്കുന്ന വ്യക്തിയെ, വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, ക്രിസ്തുവിൽ ജീവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയെ കല്ലറകൾ കടക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഉയർത്തെഴുന്നേറ്റിരിക്കും. അത് വചനം പറയുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? ക്രിസ്തു തന്നെയാണ്, വചനമാകുന്ന ക്രിസ്തു തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ ആത്മാവുള്ളവരെ, പ്രിയമുള്ളവരെ, കർത്താവ് നിൻ്റെ ജീവിതത്തിനുണ്ടെങ്കിൽ നിന്നെ അടക്കുവാൻ ഒരു കല്ലറകൾക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ, 9 മുതൽ 13 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുമ്പോൾ എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ ജഡസ്വഭാവം കാണിക്കില്ല. ഹല്ലേലൂയ. ജഡത്തിൻ്റെ പല ആഗ്രഹങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും, ജഡത്തിൻ്റെ പല വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. അതൊന്നും വേണ്ട എന്ന് നിങ്ങൾ ചപ്പും ചവറുമായി എണ്ണം. ഇന്നും പലർക്കും എണ്ണാൻ പറ്റാത്തതിന് കാരണം എന്താണ്? എന്തുകൊണ്ടാണ്? ഉത്തരത്തിലിരിക്കുന്നത് വേണം, കക്ഷത്തിലിരിക്കുന്നത് വീഴാനും പാടില്ല. ഹല്ലേലൂയ. 10 രൂപ സൂപ്പർ ഗ്ലൂ വാങ്ങിച്ച് ഒട്ടിക്കേണ്ടി വരും, അല്ലാതെ അത് ഇവിടെ ഇരിക്കുകയും ഇല്ല. ഹല്ലേലൂയ. അവരെല്ലാം എങ്ങനെ കാണിക്കണം? അപ്പോൾ നമുക്ക് കാണിച്ചൂടെ? അവരെല്ലാം ഇങ്ങനെയുള്ള തുണികൾ ഉടുക്കണം, അപ്പോഴെനിക്ക് ഉടുത്തൂടെ? അവരെല്ലാം ഇങ്ങനെ നടക്കുന്നു, അപ്പോഴെനിക്ക് ചെയ്തൂടെ? അവരെല്ലാം ഡാൻസ് കളിക്കണം, എനിക്ക് ഡാൻസ് കളിച്ചൂടെ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരെല്ലാം മരണത്തിലേക്ക് പോകുന്ന നിനക്ക് പോയി കൂടെയെങ്കിൽ പിന്നെ എന്തിന് നീ നിത്യജീവനെ ആഗ്രഹിക്കുന്നത്? എല്ലാം വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? കർത്താവിൻ്റെ വചനം എന്തോന്നാണ് പറയുന്നത്? നീ ക്രിസ്തുവിനോടൊപ്പം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് ഈ ഭൂലോകത്തെ ജീവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ ജീവിച്ചാൽ, ജഡീക സ്വഭാവങ്ങൾ കളഞ്ഞാൽ, ഇതിനകത്ത് വചനം അങ്ങനെ തന്നെ പറയുന്നു, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല. ഹല്ലേലൂയ. ഇതിനകത്ത് ജഡസ്വഭാവം എന്തെങ്കിലും ഒരു വാക്കെങ്കിലും നിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നീ ഉറപ്പായും വിശ്വസിക്കുക, നീ ജഡീകനാണ്. ഫുള്ള് ജഡത്തിന് സ്വഭാവം കാണിക്കണമെന്നില്ല, ചെറിയ സ്വഭാവങ്ങൾ കാണിച്ചാലും മതി. ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവും നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവനിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇതിനകത്തുള്ള ഒരു വാക്യത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, പരിശുദ്ധാത്മാവ് ലഭിച്ച എല്ലാവരും നിത്യജീവനിലേക്ക് പ്രവേശിക്കില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നവരെല്ലാവരും ശുശ്രൂഷക്കാർ ആകില്ല. പരിശുദ്ധാത്മാവ് വന്നവരെല്ലാം നിത്യജീവനിലേക്ക് പ്രവേശിക്കില്ല. കാരണം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിൻ്റെ മേൽ വരുന്നത് ഉയർപ്പിൻ്റെ ശക്തിയോടെ തന്നെയാണ്. അദ്ദേഹം
നിൻ്റെ ഉള്ളിൽ വരുന്നത്, അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവാകുന്ന തൃത്വത്തിൽ മൂന്നാമനാകുന്ന ദൈവം നിന്നോട് വരുന്നത് നിൻ്റെ കുറവുകളെ കുറ്റങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് നിന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോകുവാനാണ്. നല്ലൊരു ബ്യൂട്ടീഷ്യനാണ്. ഹല്ലേലൂയ. ഒരു മണവാട്ടിയെ ഒരുക്കി പുതിയ മണവാളനെ ഏൽപ്പിക്കുവാൻ വേണ്ടി ഒരു ബ്യൂട്ടീഷ്യൻ വരുന്ന കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. ഇന്നത്തെ രീതിയിൽ ബ്യൂട്ടീഷ്യൻ വന്ന് ഒരുക്കിയിട്ട് പോകുമ്പോൾ ആ പെണ്ണെ അതൊന്നും അറിയാൻ പറ്റൂല. പുട്ടിയിട്ട് കാറിനെ അടിച്ച് നിർത്തിയതുപോലെയാണ്. വൈകുന്നേരം ചെന്ന് മുഖം കഴിയിട്ട് ഭർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ, ഓ നീ തന്നെയായിരുന്നു, എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു താലിയൊക്കെ കെട്ടിയപ്പം. ഹല്ലേലൂയ. ആ ബ്യൂട്ടീഷ്യൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കർത്താവാകുന്ന ബ്യൂട്ടീഷ്യൻ്റെ കാര്യമാണ്. ഹല്ലേലൂയ. നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ആത്മാവുള്ളവർ, കർത്താവ് ക്രിസ്തു എങ്ങനെ ആയിരിക്കണമെന്ന് ആര് പഠിപ്പിക്കും? പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. നീ ഒരു സ്വഭാവം കാണിക്കുമ്പോൾ, നീ നോക്കുമ്പോൾ, നീ സംസാരിക്കുമ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടേ ഇരിക്കും. എത്ര കാലം ഇടപെടും? 1-2 തവണ ഇടപെടും. നീ വീണ്ടും പഴയ സ്വഭാവം കാണിക്കുകയാണെങ്കിൽ കർത്താവ് മിണ്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ വീണ്ടും പഴയ സ്വഭാവത്തിലോട്ട് പോകുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടില്ല. 100% ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഇടപെടില്ല. നിന്നോട് കർത്താവ് സംസാരിക്കും, പരിശുദ്ധാത്മാവ് സംസാരിക്കും, പാപബോധം തരും, നിൻ്റെ ഹൃദയത്തിൽ ഭാരം തരും. ഇതെല്ലാം തന്നിട്ട് നീ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കില്ല. കാരണം നിന്നെ നടത്തുവാനാണ് പരിശുദ്ധാത്മാവ് വന്നത്. പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ ആഗ്രഹം നീ ക്രിസ്തുവിന് അനുരൂപനായി, അതായത് നീ കൃത്യമായി ഒരു മണവാട്ടിയായി മാറണം. ആർക്ക് വേണ്ടി? മണവാളിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വിളക്ക് കത്തിച്ച് മണവറയിലേക്ക് പോകുന്ന മണവാട്ടിയായി നടക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വ്യക്തിയായി നീ തീരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പുതിയ നിയമസഭയെ ഒരുക്കുവാനാണ് പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഈ വചനത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വലിയ ആഴത്തിലുള്ള പഠനങ്ങളെക്കാൾ കർത്താവ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. ആരോടാണ് പറയുന്നത്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ എൻ്റെ തെറ്റ് കണ്ടുപിടിച്ച് പറയുന്ന വ്യക്തിയെക്കുറിച്ചല്ല കേട്ടോ, നമ്മുടെ ഓരോരുത്തരോടാണ് കർത്താവ് പറയുന്നത്. ഈ മൺകൂടാനും പരിശുദ്ധാത്മാ മന്ദിരമാണ്. ഈ മന്ദിരത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ വച്ചുകൊണ്ട് ജഡീകനായി ജീവിക്കുന്ന വ്യക്തിയോടാണ് കർത്താവ് പറയുന്നത്, നിൻ്റെ ജീവിതം എൻ്റേതാണ്, നിൻ്റെ ജീവൻ, ഇന്ന് നിൻ്റെ മേൽ നിൽക്കുന്ന ജീവൻ എൻ്റേതാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ നടക്കണം, പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ചെയ്യണം, പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ സംസാരിക്കാവൂ, പരിശുദ്ധാത്മാവിൻ്റെ ഹിതം മാത്രമേ നീ കാണാവൂ, കേൾക്കാവൂ എന്നൊക്കെ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ അങ്ങനെ ജീവിച്ചാൽ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും താൻ ജീവിപ്പിക്കും. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം, കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം.